Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Evaluate integral 0 to 1, integral y to 1, x by x square plus y square, dx dy by reversing the order of integration. ഇത് ഡിസംബർ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTയിൽ ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് dx dy എന്നാണ്. റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? dx dy എന്നുള്ളത് dy dx എന്നാണ്. അപ്പൊ തന്നിരിക്കുന്ന പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഡബിൾ ഇന്റഗ്രൽ x ബൈ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ dx dy എന്നുള്ളത് dy dx ഓർഡർ ചേഞ്ച് ചെയ്യുക, റിവേഴ്സിംഗ് ദി ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ dx dy എന്നുള്ളത് എന്തായിട്ട് മാറി? dy dx ആയിട്ട് മാറി. ഇനി വൈയുടെ ലിമിറ്റും എക്സിന്റെ ലിമിറ്റും കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യുന്നത് വെച്ചാല് ഇവിടെ എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? y ആണ്. എക്സിന്റെ അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്. വൈയുടെ ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. വൈയുടെ അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കിട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എക്സിന്റെ ലോവർ ലിമിറ്റ് y, എക്സിന്റെ അപ്പർ ലിമിറ്റ് 1, വൈയുടെ ലോവർ ലിമിറ്റ് 0, വൈയുടെ അപ്പർ ലിമിറ്റ് 1. ഇത് നാലും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കും. അടുത്ത ഗ്രാഫ് വരയ്ക്കാം. ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. y ഡാഷ് x is equal to y എന്നുള്ള ലൈൻ വരയ്ക്കാം. x is equal to y എന്നുള്ള ലൈൻ എങ്ങനെയാണ്? നമുക്ക് ഓറിജിനിലൂടെ പോകുന്ന ലൈനാണ്. ഈ ലൈനിന്റെ പേര് x is equal to y. ഇനി x is equal to 1. x is equal to 1 എന്ന് പറഞ്ഞാൽ 1 ഇതാണ്. Parallel to y axis, x is equal to 1. ഈ ലൈനിന്റെ പേര് എന്താണ്? x is equal to 1. ലൈൻ കണ്ടിച്ചു. ഇനി അടുത്ത y equal to 0. y equal to 0 എന്ന് പറയുന്നത് എന്താണ്? x ആക്സിസ് ആണ്. അപ്പൊ ഈ ആക്സിസ് ആണ് y equal to 0 എന്ന് പറയുന്നത്. ഈ ആക്സിസ്. ഇനി y is equal to 1 എന്താണ്? 1 ഇവിടെയാണെങ്കിൽ നമ്മുടെ ഈ പോയിന്റ് നമുക്ക് നോക്കാം. ഈ പോയിന്റ് എന്തായിരിക്കും? x is equal to 1 ആണെങ്കിൽ y is equal to 1 ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ് 1 ആയിരിക്കും. ഈ പോയിന്റ് 1 ആണ്. അപ്പൊ ഈ ലൈനിലൂടെ ഈ ലൈനിന്റെ പേര് എന്താണ്? y is equal to 1. ഇത് നമ്മുടെ റീജിയൻ. നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ റീജിയൻ എന്താണ്? അത് x is equal to y എന്ന ഈ ലൈനും ഈ x is equal to 1 എന്ന ലൈനും ഈ y ആക്സിസ് എന്ന് പറഞ്ഞ ഇവിടെ y equal to 0 എന്ന് പറഞ്ഞ x ആക്സിസ് ആണ്. ഈ x ആക്സിസ് ഇത് മൂന്നും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള റീജിയൻ ഇതാണ്. ഈ റീജിയൻ ആണ് കണ്ടത്. റീജിയൻ നമുക്ക് കിട്ടിയ എങ്ങനെയാണ്? ഇത് x is equal to y, ഇത് x is equal to 1, അതപ്പോ y equal to 0 x ആക്സിസ്. ഇത് മൂന്നും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ആ റീജിയൻ നമ്മൾ വരച്ചെടുക്കും. അപ്പൊ x is equal to y equal to 0 എന്ന് പറഞ്ഞാൽ x ആക്സിസ് ആണ്. ഇത് x ആക്സിസ്, ഇത് ലൈൻ, ഇത് x is equal to y എന്നുള്ള മൂന്നിനും കോമൺ ആയിട്ടുള്ള പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ. ഈ റിക്വയർഡ് റീജിയനിൽ നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത് dx dy എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. റിവേഴ്സിംഗ് ദി ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ആകുമ്പോൾ dx dy എന്നുള്ള എന്തായിട്ട് മാറും? dy dx ആയിട്ട് മാറും. അപ്പോൾ വൈഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം. വൈഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഒരു സ്ട്രിപ്പ് വരയ്ക്കണം. സ്ട്രിപ്പ് എങ്ങനെ വരയ്ക്കണം? പാരലൽ ടു y ആക്സിസ്. y ആക്സിന് പാരലൽ വരയ്ക്കണം. ഇങ്ങനെ വരയ്ക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. പാരലൽ ടു y ആക്സിസ്. അതിന്റെ ലോവർ ലിമിറ്റ് എവിടെ ടച്ച് ചെയ്യുന്നത്? കണ്ട ഈ ഒരു പോയിന്റ് എന്താണ്? അപ്പൊ വൈയുടെ ലോവർ ലിമിറ്റ് 0. ഇത് അപ്പർ പോർഷൻ എവിടെ ടച്ച് ചെയ്യണേ? ലൈനിലാണ്. അപ്പൊ 0 to x. ഇനി നമുക്ക് നോക്കാം. എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0. അപ്പർ ലിമിറ്റ് എന്താണ്? 1. അപ്പൊ ലിമിറ്റ് എല്ലാം കിട്ടി കഴിഞ്ഞു. പുതിയ ലിമിറ്റുകളെല്ലാം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to 1 x by x square plus y square dy. x by x square plus y square dy. അതായത് ഈ ഫംഗ്ഷൻ നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x ആരാണ്? x കോൺസ്റ്റന്റ് ആണ്. x by x square plus y square x കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഇതിന്റെ ഒരു ഫോർമുല അറിയാം. എന്താണ്? 1 by x square plus a square dx എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by x square plus y square dx എന്ന് പറഞ്ഞാൽ 1 by a tan inverse x by a. ഒരു ഇന്റഗ്രൽ ഫോർമുല പഠിച്ചിട്ടുണ്ട്. 1 by a tan inverse x by a. ഇവിടെ നമുക്ക് x കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. x കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ x നെ നമ്മൾ a ആയിട്ട് കൺസിഡർ ചെയ്യുക, y നെ നമ്മൾ x ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ നമ്മുടെ ഫോർമുല എന്ത് വരും? x into 1 by
വേണ്ട ഈ 1/x² + y² എന്നുള്ള എന്തായിട്ട് മാറും 1/x into tan inverse y/x then 0 to x dx. ഇവിടെ നോക്കി x നമ്മൾ മാറ്റി നിർത്തി, x കോൺസ്റ്റന്റ് ആണ്. ഈ 1/x² + y² എന്ന് പറയുന്ന ഈ ഫോർമുല നമ്മൾ കൊടുത്തു. ഈ ഫോർമുല കൊടുക്കുമ്പോൾ ഇവിടെ x എന്ന് പറഞ്ഞാൽ ആരാണ്? a ആണ്. y എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പൊ ആ ഫോർമുല കൊടുക്കുമ്പോൾ 1/x 1/a വരെ 1/x tan inverse y/x lower limit 0 upper limit x. ഈ x ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 tan inverse y/x വരും. ഈ y-ക്ക് നമ്മൾ x കൊടുക്കാം. tan inverse x/x എന്താണ്? tan inverse 1 ആണ്. 0 കൊടുക്കും. അപ്പൊ എന്ത് വരും? tan inverse 0. അപ്പർ ലിമിറ്റ് കൊടുത്തു, ലോവർ ലിമിറ്റ് കൊടുത്തു. ഇനി this is equal to integral ഇവിടെ 0 to 1 tan inverse 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? tan inverse 1 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് π/4 എന്ന് എഴുതാം. π/4 tan inverse 0 എന്താണ്? 0 ആണ്. അപ്പൊ 0 into dx. അപ്പൊ π/4 into ഇവിടെ 1 ഉണ്ട്. 1 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x വരും. then 0 to 1 π/4 into 1 minus 0. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? π/4. ഈ പ്രോബ്ലത്തിന്റെ ആൻസർ π/4 എന്നാണ് കേട്ടോ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? റിവേഴ്സിംഗ് ദി ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ഓർ ചേഞ്ചിങ് ദി ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ dx dy ആയി. ആ dx dy-നെ dy dx നമ്മൾ ചെയ്യണം. ഓർഡർ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ലിമിറ്റുകളാണ് വേണ്ടത്. ആ പുതിയ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ തന്നിരിക്കുന്ന റിക്വയർമെന്റ്സ് ഉപയോഗിച്ച് ഗ്രാഫ് വരയ്ക്കുക. തന്നിരിക്കുന്ന റിക്വയർമെന്റ്സ് എന്താണ്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സിന്റെ ലോവർ ലിമിറ്റ് y ആണ്, എക്സിന്റെ അപ്പർ ലിമിറ്റ് 1 ആണ്. ഇവിടെ നോക്കി കിട്ടും വേണ്ട dx. അപ്പൊ എക്സിന്റെ ലോവർ ലിമിറ്റ് y ആണ്, എക്സിന്റെ അപ്പർ ലിമിറ്റ് 1 ആണ്. വൈയുടെ ലോവർ ലിമിറ്റ് 0 ആണ്, വൈയുടെ അപ്പർ ലിമിറ്റ് 1 ആണ്. അപ്പൊ എക്സിന്റെയും വൈയുടെയും ലിമിറ്റുകളെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതെല്ലാം നമ്മൾ പടത്തിലേക്ക് ആക്കണം, ഗ്രാഫിലേക്ക് ആക്കണം. x = y എന്ന് പറഞ്ഞാൽ ഓറിജിനിലൂടെ ലൈൻ വരച്ചാൽ മതി. അതുപോലെ x = 1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. y = 0 എന്ന് പറഞ്ഞാൽ x ആക്സിസ് ആണ്, x ആക്സിസ്. y = 1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അപ്പൊ ഈ ഇതിലെല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതാണ്? ഈ ലൈനും ഈ ആക്സിസ് കൂടി കോമൺ ആയിട്ട് വരുന്നത് ഈ റീജിയൻ ആണ്. ഇതാണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ. ഈ റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് 0 0 നമുക്കറിയാം. ഈ പോയിന്റ് എന്താണ്? 1 1 എന്ന് അറിയാം. ഇത് നമ്മൾ dy dx ലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ആദ്യം dy ആണ്, രണ്ടാമത് dx ആണ്. അപ്പൊ dy ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രിപ്പ് വരയ്ക്കണം. ആ സ്ട്രിപ്പ് എങ്ങനെയാ വരയ്ക്കേണ്ടത്? പാരലൽ ടു y ആക്സിസ്. പാരലൽ ടു y ആക്സിസ് സ്ട്രിപ്പ് വരയ്ക്കുമ്പോൾ താഴെ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? ഈ ആക്സിസിലാണ്, x ആക്സിസിലാണ്. x ആക്സിൽ y എത്രയാണ്? 0 ആണ്. അപ്പൊ ലോവർ ലിമിറ്റ് 0 കിട്ടി. അപ്പുറം ടച്ച് ചെയ്യുന്ന എവിടെയാണ്? ഈ ലൈനാണ്. അപ്പൊ y = x. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് x. ഇനി എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0 1. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, x/x² + y² ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ x ആരാണ്? x കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ്? ഇന്റഗ്രൽ ഓഫ് 1/x² + a² dx എന്ന് പറഞ്ഞാൽ എന്താണ്? 1/a tan inverse x/a ആണ്. 1/a tan inverse x/a എന്നുള്ള ഒരു ഇന്റഗ്രൽ ഫോർമുലയാണ്. ഇവിടെ x കോൺസ്റ്റന്റ് ആണ്. അപ്പൊ x കോൺസ്റ്റന്റ് ആകുമ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു x into 1/x, ആ എയുടെ സ്ഥാനത്ത് x എടുക്കും. 1/x tan inverse y/x. x ന്റെ സ്ഥാനത്ത് y എടുക്കും, tan inverse y/x. ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യും. x ക്യാൻസൽ ചെയ്യാം. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് x ആണ്. നമ്മൾ y-ക്ക് x കൊടുത്തു. അപ്പൊ tan inverse x/x എന്ന് പറഞ്ഞാൽ tan inverse 1 ആയി. 0 കൊടുത്തു. അപ്പൊ നമുക്ക് tan inverse 0. tan inverse 1 എന്ന് പറഞ്ഞാൽ എന്താണ്? π/4 ആണ്. tan inverse 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. π/4 dx. ഇനി നമ്മൾ π/4 പുറത്തേക്ക് എടുത്തു. ഈ 1-നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x കിട്ടും. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. അപ്പൊ π/4 into 1. therefore ഫൈനൽ ആൻസർ എന്താണ്? π/4 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇത് ഡിസംബർ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചു. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.